Guess the voice of the actor. Please. എനിക്ക് പേരറിയാത്തോണ്ടാ. ഹലോ, നമ്മൾ നെക്സ്റ്റ് വേറൊരു ടാസ്ക് കണ്ടുപിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതും ആരും ചെയ്യാത്ത പുതിയൊരു ടാസ്ക് ആണ്. ഗസ് ദ വോയിസ് ഓഫ് ദി ആക്ടർ. അപ്പം ടീം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഈ വട്ടം. ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തവണ സെക്കൻഡ് എത്തിയാളും ആ ഒരു വിഷമം ഞാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എതിരാളിനെ തന്നെ വീണ്ടും ചൂസ് ചെയ്തേക്കുന്നത്. വീണ്ടും ഞാൻ വിഷമിക്കേണ്ടി വരുമോ ഇല്ലയോ നമുക്ക് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാം. അപ്പം നമുക്ക് യൂട്യൂബില് പ്ലേ ചെയ്യാം. അജു സ്വഭാവം കാരണം അയ്യോ എന്തൊരു കോമ്പറ്റീഷന്. എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കുന്നു എനിക്ക് പേരറിയാത്തോണ്ടാ. എടാ മറ്റേ സിനിമയില് മാളികപ്പുറ സിനിമയ്ക്കകത്തെ അതല്ലേ? ആ അല്ലേ കൊച്ചിന്റെ അച്ഛൻ ഷാജി ഏട്ടാ ഇവിടെ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മളെയൊക്കെ മറന്നല്ലേ കള്ളിഷ്. നമുക്കൊന്ന് കൂടണ്ടേ? എനിക്ക് മനസ്സിലായി പേരാ ഞാൻ ആലോചിക്കുന്നത്. സുജി ഒരു കുറിപ്പാ. ഞാൻ അജിത്ത് സുജിത്ത് എല്ലാം മറന്നു. ഞാനാ പറഞ്ഞേ വീഡിയോ വേണമെങ്കിൽ ഇട്ട് കണ്ടു നോക്ക്. അമ്പനെയും അല്ല പടച്ചു ഈ പാവപ്പെട്ട മണിക്കുട്ടൻ വിനീത് ശ്രീനിവാസൻ. അപ്പൊ ഗൈസ് ഞാനിതാ തോറ്റ് പിൻവാങ്ങുന്നു. നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് അരുണിനെയും അമ്മേനെയും വിളിക്കാം. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട്. അലമാരയും കട്ടിലും തൊട്ടിലും നല്ല ജീവിതം സണ്ണി വരണമെങ്കിൽ എനിക്കും അറിയായിരുന്നു. അറിയായിരുന്നില്ലേ? ഇതുകൂടെ കേട്ടോ, അമ്മയുടെ കൂടെ എളുപ്പം കേട്ടോ. പയ്യാണെല്ലാം പറഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചത് കുഞ്ചൊക്കെ പോകും. ഉള്ളിലുള്ള മൃഗത്തെ ഞാൻ കടിച്ചമർത്തി. പറഞ്ഞു കൊടുക്കണം. വെയിറ്റ് ചെയ്, പതുക്കെ പറ. ഞാനും കഷ്ടപ്പെട്ട് പയ്യ പറയുന്നത്. ആസ് ആൻ ആക്ടർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. അങ്ങനെ ഒരു ഫീൽ ഡയറക്ടർ ആക്ടർ ഒരു ഇക്വേഷൻ തന്നെയായിരുന്നു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത്. ഒരു കോൺഫിഡൻസ് ആയിട്ട് ചേട്ടൻ, കാരണം കുറെ വർഷങ്ങളായിട്ട് മഞ്ജുവാര്യരായിരുന്നു. അവളുടെ ശബ്ദം പോലെ തോന്നിയത്. അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഞാനും ചേട്ടനും തമ്മിലുള്ളൊരു ക്രൂഷ്യലാണ് കേട്ടോ. ഞാൻ തോക്കും, അത് വേറൊരു കാര്യം. ഉള്ള സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. പ്ലേ ചെയ്തോ 5 പോയിന്റാണ്. എന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു, വിനോദ്. എനിക്ക് ആ ഇൻസിഡന്റ് ഒക്കെ ഭയങ്കര പേരറിയത്തില്ല. ഞാൻ അവിടെ ഞാൻ തിരിച്ചു പോവാണ്. ഇതാണ് ഇല്ല, അത് പറ്റത്തില്ല. ഞാൻ പറയാൻ പോയതാ. എന്നിട്ട്
എവിടെ കൊണ്ട് ആ വീഡിയോ എടുത്ത് നോക്കി അറിയാം മറ്റേ ഇല്ല തലയിൽ ലോഡിക്കുന്ന പറഞ്ഞിരിക്കുന്നു. ഇല്ല പക്ഷെ നീ പറഞ്ഞ് അത് ഇതായിപ്പോയി. ഓക്കെ ഓക്കെ ഓക്കെ. വെളിയെന്ന് പറഞ്ഞു എന്തിനാ? ഞാനൊരു സ്ത്രീയെ കണ്ടു, അവര് നല്ലൊരു ക്രിറ്റിക്കാണെന്ന് അവരോട് ഞാൻ പറയുകയും ചെയ്തു. ഉർവശി. നിങ്ങൾക്ക് മാഗസിൻസിൽ എഴുതി അയക്കാം. നല്ല വളരെ നല്ല അഭിപ്രായം. വെറുതെ പറയുന്നല്ലേ. അത് അവിടുന്ന് പറഞ്ഞു കൊടുത്തല്ലേ? സിനിമയെ വിമർശിക്കാൻ ചുമ്മാ പറഞ്ഞേ. എനിക്ക് കാശ് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല. അപ്പൊ ഞാൻ ഐശ്വര്യലക്ഷ്മി. കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ബട്ട് ഇഫ് യു ആസ്ക് മീ, ഞാൻ കോട്ട് ചെയ്യുന്ന കാശ് എനിക്ക് വന്ന് അഭിനയിക്കുന്ന ഞാൻ ചെയ്യില്ല. ഞാൻ എനിക്കൊരു വാല്യൂ ഉണ്ട്. പെൺവിഷയത്തിൽ ചേട്ടൻ കുറച്ച് മുന്നിൽ നമ്മള് തമിഴിലോട്ടാണ് കേട്ടോ പോണേ. ரொம்ப நல்லா இருந்தது சாண்டி, ரொம்ப ரொம்ப நல்லா இருந்தது. വിജയ് സേതുപതി. മറ്റേ പേര് നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? സമയം ലോഡിങ് ആയിപ്പോയി. ஃபோன் பண்ண என்ன திடீர்னு ஃபோன் வருது, என்னச்சுன்னா நான் ஏதோ பாட்டு கொடுக்க போறாரு, புரியுதா விஷயம், இந்த சாங் இருக்கு, இந்த டேட்டு கொஞ்சம் டேரக்டர் பாத்துருங்க சார் அப்படின்னு சொல்லிட்டு நான் ஃபோன் எடுத்தேன். மாஸ்டர் அப்படின்னு சொன்னா ചുമ്മാ ഇരിക്കട്ടെ വിജയ്. எனக்கு மூஞ்ச மாறிச்சு. சரி மாஸ்டர் எனக்கு ட்ரெஸ் எடுக்க ரொம்ப பிடிக்கும் மாஸ்டர். വിജയ്ക്ക് വല്ല തൊണ്ടവേനുള്ളത് പറഞ്ഞാണെങ്കിൽ നീ മിണ്ടായിരുക്ക. இதுக்கு தான் நீ ஃபோன் பண்ணியா? எனக்கு வந்து அப்படி இருந்தது. സിംബു. ரொம்ப ப்ராப்ளம் ஃபேஸ் பண்ணிட்டேன். பணியார நல்லா இருக்குன்னு சொல்றதுக்கு കാർത്തി അല്ലേ ഇത്? കാർത്തി എന്താ തനിക്ക് ഞാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? ഞാൻ വാലും തലൊന്നും ഇല്ലാത്തവരാ. താനൊന്ന് പോയേ. நீங்க வாங்க பணியாரம் செஞ்சு கொடுத்து நம்ம அப்படியே சாயங்காலம் ஜாலியா பண்ணலாம் കാർത്തി അല്ലേ? சொல்லிட்டு அது சந்தோஷமா இருந்தது. சரி இன்னொரு விஷயம் என்னன்னா, சிவா வந்து பயங்கர കഥയും നിർത്തിട്ട് സംഭവം പറയാമോ? ഒരു മിനിറ്റ്. ബാബ ഭാസ്കർ അറിയാവോ? ബാബ കല്യാണി കേട്ടോ, ബാബ ഭാസ്കർ. நமக்கு അപ്പൊ അങ്ങനെ ഇതിലും ഫയൽമാൻ ജയിച്ച് നമുക്ക് ഇതുപോലല്ല, നമുക്ക് വേറെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുകുട്ടാ നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ചുമ്മാ സിനിമയെ കണ്ടു നടന്ന് ഇപ്പം ജയിച്ച്. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ പോയിന്റ് എത്ര ആയിക്കോളം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറേ തമിഴ് അവരുടെ നമുക്ക് കേട്ടിട്ടില്ലേ, നമുക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഇവിടുന്ന് കഴിയാൻ